പ്രൈസ് ദി ലോർഡ്. നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് ഈശോ എന്ന് ചിന്തിക്കുന്ന സമയത്തെ നമ്മുടെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു വികാരം എന്താണ്? എന്തിനാണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത്? എന്തിനാണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത്? നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്നത് ഈശോ എനിക്ക് ചെയ്തു തന്ന ഒരുപാട് കാര്യങ്ങളാണോ? ചിലപ്പോൾ നമ്മുടെ എക്സാംസ് പാസ്സാക്കി തന്ന ഈശോ ആയിരിക്കാം, നമ്മുടെ രോഗങ്ങൾ മാറ്റിയത് ഈശോ ആയിരിക്കാം, നമ്മുടെ വിഷമങ്ങൾ മാറ്റിയത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഹാപ്പിയോടെ നിൽക്കുന്നതിന്, സന്തോഷത്തോടെ നിൽക്കുന്നതിൻ്റെ കാരണം എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹമായിരിക്കും, കർത്താവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും. എൻ്റെ ചോദ്യം, നമ്മൾ ഇതുകൊണ്ടാണോ ഈശോയെ സ്നേഹിക്കുന്നത്? നമ്മൾ ഈശോ എന്ന് ഒരാളുടെ പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറയുന്നത് എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന കാര്യങ്ങൾ ഓർത്താണ് എൻ്റെ കണ്ണ് നിറയുന്നത്. ഉറപ്പായിട്ടും അത് ഓർക്കുമ്പോൾ കണ്ണ് നിറയും, ഓർക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തിലേക്ക് വരും. പക്ഷേ ഞാനെൻ്റെ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ റീസൺ ഇതാണോ? ഇതുകൊണ്ടാണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത്. അപ്പം അങ്ങനെ സ്നേഹിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു മറുചോദ്യം എന്ന് പറഞ്ഞാൽ, കുറേ കഴിയുമ്പോഴേക്കും വേറൊരു വിഷയം വരുമ്പോൾ സമയത്തേക്ക് നിങ്ങൾ കുറേ എക്സാം പാസ്സായി, വേറൊരു ഇമ്പോർട്ടൻറ്റ് എക്സാം വരുമ്പോഴത്തേക്ക് അതൊക്കെ പൊട്ടിപ്പോയാൽ ഈ സ്നേഹം അങ്ങ് പോവും. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കരമായി ഈശോ എന്തോ ക്രൈസിസ് നമ്മളെ രക്ഷിച്ചു, ഇപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്നു. വേറൊരു ക്രൈസിസിലേക്ക് നമ്മൾ പിന്നെ വീണാൽ ആ സ്നേഹം അങ്ങ് പോവും. അത് ചിന്തിക്കണം. എൻ്റെ സ്നേഹം എപ്പോഴും, ഈശോയുടെ സ്നേഹം എപ്പോഴും സ്ഥിരമായിരിക്കണം. ബൈബിളിൽ വചനമുണ്ട്, യോഹന്നാൻ 4:10. ഞാൻ അവിടുത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് എന്നെ സ്നേഹിക്കുകയും തൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കേണ്ടത് ഈശോ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ പേരിലല്ല. എൻ്റെ ആരാധന, ഈശോയോട് ഞാൻ അർപ്പിക്കുന്ന ആരാധന ഈശോ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളുടെ പേരിലോ ആ ഒരു കാര്യങ്ങളുടെ പേരിലല്ല. എൻ്റെ സ്നേഹം എപ്പോഴും കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തു എന്നതിൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, അവിടുന്ന് എനിക്ക് കുരിശിൽ രക്ഷ നേടി തന്നു, അവിടുന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഈശോ മരിച്ചു ഉയർത്തു എന്നുള്ള ആ ഒരു കാര്യത്തിൻ്റെ പേരിലായിരിക്കണം എനിക്ക് ഈശോയോടുള്ള സ്നേഹം. എന്തൊക്കെ ക്രൈസിസ് കൂടെ പോയാലും ഈ സ്നേഹം കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ആ സ്നേഹത്തിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഈശോ, അതുകൊണ്ട് ഈശോ ഞാൻ സ്നേഹിക്കണ്ടേ. അപ്പോൾ എപ്പോഴും ഈശോ സ്നേഹിക്കാൻ പറ്റും, എപ്പോഴും സ്നേഹിക്കാൻ പറ്റും. നമ്മൾ വേറെ എന്ത് റീസണിൻ്റെ പേരിലാണ് ഈശോ സ്നേഹിക്കുന്നത് അതെല്ലാം വെട്ടിക്കളഞ്ഞു. അതൊന്നും കോൺസ്റ്റൻ്റ് അല്ല, കാരണം അതൊക്കെ മാറാം. പക്ഷേ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉയർത്തും എന്നുള്ളതാണ് കോൺസ്റ്റന്റ്. അപ്പോൾ അതിനങ്ങ് സ്നേഹം. അതാ മലകൾ അകന്നു പോയ കുന്നുകൾ മാറ്റപ്പെട്ടൊക്കെ എൻ്റെ അചഞ്ചലമായ സ്നേഹം തന്നെ വേർപിരിയില്ല. അചഞ്ചലമായ സ്നേഹം വേർപിരിയില്ല. ഈശോ അതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തേക്ക് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് വേറെ എന്തെങ്കിലും റീസണിൻ്റെ പേരിലാണ് അതെല്ലാം വെട്ടിക്കോ. അതെല്ലാം വെട്ടിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ പേര് സ്നേഹിക്കാൻ തുടങ്ങണം. ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ കുരിശുമരണത്തെയും ഈശോയുടെ ഉദ്ധാനത്തെയും ഈശോ എന്നെ സ്നേഹിച്ച മൊമെന്റ്സിനെ എല്ലാം ഓർത്ത് കുറേ നേരം പ്രാർത്ഥിക്കാം. ഈ ഒരു സ്നേഹത്തിലേക്ക് എന്നെ വളർത്തണമേ നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ആൾക്കാർ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഈ വീഡിയോ കണ്ട് കമന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി, ഇങ്ങനെയുള്ള സ്നേഹം മാറിയിട്ട് ഈ ഉദ്ധാനത്തിന്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ സ്നേഹം വളരാൻ വേണ്ടി ആഗ്രഹിച്ച്, ഓരോരുത്തരുടെയും സ്നേഹം വളരാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥനകൾ കമന്റ് ചെയ്യാം, ശക്തമായിട്ട് പ്രാർത്ഥിക്കാം, കമന്റ് ചെയ്യണം. കാരണം ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷൻ ആവട്ടെ പ്രാർത്ഥനകൾ. ആമേൻ.